ടു സൈലം SSC RRB. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീക്കിലത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സ് നോക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളടുത്ത് നമ്മുടെ CA ഫോക്കസ് ബാച്ചിന്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ചുകളിൽ നിന്നും CA ഫോക്കസ് ബാച്ചിനുള്ള പ്രത്യേകത എന്താണ് എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. കുറെ ആസ്പിറൻസിന്റെ കുറെ കാലത്തെ റിക്വസ്റ്റിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ CAക്ക് മാത്രമായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് മറ്റു ബാച്ചുകളിൽ നിന്നും ഈ ബാച്ചിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് മെയിൻലി 6 month കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി CA ബാച്ച് എന്ന് പറയുന്നത് ഒരു ലോങ് റൺ ബാച്ച് ആണ്. അതായത് ഫസ്റ്റ് ബാച്ച് 6 മാസം കഴിയുമ്പോൾ തീരും. അടുത്ത ബാച്ചുകൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ ആദ്യത്തെ 6 മാസമാണ് ഈ ഒരു ഫസ്റ്റ് ബാച്ചിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ 100+ hours ഓഫ് ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 3 to 4 hours ആയിരിക്കും വീക്കിലി നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ബാച്ചിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൂടാതെ ഓരോ മാസത്തിന്റെയും അവസാനം MCQ റിവിഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം MCQ ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ തറോ ആക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ 6 മാസത്തെ CA നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു സീരീസ് ബാച്ച് ആണ് നമ്മുടെ CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ട തരത്തിലുള്ള എക്സാമുകളാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ കൂടി പോകുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെയാണ് CA ഫോക്കസ് ബാച്ച് എന്നൊരു പേരും ഇതിന് വെച്ചിരിക്കുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഈ കോഴ്സ് അഫോർഡബിൾ ആകുന്നതിനായി 500 രൂപ മാത്രമാണ്, 499 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. സോ ജോയിൻ ചെയ്യുക കേട്ടോ. അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസംബർ അവസാനത്തേക്കാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് മുതൽ വരിക, ഒരു ക്ലാസ് മിസ്സാവാണ്ടിരിക്കുക. എന്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഓരോ ബാച്ചിലും വരുന്ന കുട്ടികൾക്ക് കൃത്യമായി CA സെറ്റ് ആക്കി തരാന്നുള്ള എന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. സോ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീക്കിലി പഠിക്കാം. സോ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് സൂര്യകിരൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള എക്സസൈസ്, നമുക്ക് മലയും സൂര്യനും വരയ്ക്കാൻ ഇഷ്ടമല്ലേ അല്ലെ. അപ്പോ മല, സൂര്യൻ എന്നൊക്കെ കേൾക്കുമ്പം നിങ്ങൾ ഓർക്കുക, പണ്ട് നമ്മൾ വരച്ച സൂര്യന്റെ കിരണങ്ങളെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നേപ്പാളിൽ നിന്ന് വരുന്ന സൂര്യകിരണങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയും നേപ്പാളും പാളിപ്പാളിയായി വരുന്ന സൂര്യകിരണങ്ങൾ എന്ന് ഓർക്കുക. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള എക്സസൈസ് ആണ് സൂര്യകിരൺ എന്ന് പറയുന്നത്. പിത്തോഗർ ഉത്തരാഖണ്ഡിലാണ് സൂര്യകിരൺ എക്സസൈസ് ഇപ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആസാം റെജിമെന്റ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ സൂര്യകിരൺ എക്സസൈസിന്റെ സൂര്യകിരൺ എക്സസൈസിന്റെ എത്രാമത്തെ എഡിഷൻ ആണ്? 19ാമത്തെ എഡിഷൻ ആണ്. സൂര്യകിരൺ എക്സസൈസിന്റെ എത്രാമത്തെ എഡിഷനാ? 19ാമത്തെ എഡിഷൻ ആണ്. നെക്സ്റ്റ്, യുനെസ്കോ ഇൻക്ലൂഡ്സ് ദീപാവലി ഇൻ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പൊ എന്താണ് ഈ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റ് എന്ന് പറയുന്നത്? യുനെസ്കോന്റെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി 2025 ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ യുനെസ്കോ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജും പാരമ്പര്യവും അക്രോസ് ദ കൺട്രി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതും അവരുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നതുമായിട്ടുള്ള ഫെസ്റ്റിവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. സോ ഇതില് ദീപാവലിനെയാണ് എന്തായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്? ദീപാവലി, ഇന്ത്യ സ്പെക്ടക്കുലർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. നമുക്കറിയാം ലൈറ്റ്സിന്റെ ഫെസ്റ്റിവൽ ആണല്ലേ ദീപാവലി എന്ന് പറയുന്നത്. വീട്ടിൽ കത്തിക്കാറില്ലേ ലൈറ്റ്? സോ ദീപാവലിന് നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി 2025 ലിസ്റ്റിൽ ദീപാവലിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ദീപാവലി മാത്രമല്ല 19 ബാക്കിയുള്ള കുറെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ടാങ്കേൽ സാരി ഓഫ് ബംഗാൾ. ബംഗ്ലാദേശിലെ ടാങ്കേൽ ഡിസ്ട്രിക്ട് ഒറിജിൻ ആയിട്ടുള്ള സാരിയാണ് ഇത്. സോ ഇതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വൂവൺ കോട്ടൺ ഓർ സിൽക്കിലാണ് ഈ ഒരു ഇൻട്രിക്കേറ്റ് ഫ്ലോറൽ ഓർ ജിയോമെട്രിക് മോട്ടീഫ് ഉള്ള സാരിയാണ് ഇതെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ബൊറീൻഡോ എന്ന് പറയുന്നത് ആൻഷ്യൻ ഡൈയിങ് ഫോക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. മെലോഡിയസ് സ്കിൽസ് ആൻഡ് നോളജിനാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഫേമസ് ആയിട്ടുള്ളത്. സോ
പാകിസ്ഥാന്റെ ബൊറിൻഡോ, ദാറ്റ് ഇസ് ക്ലേ വെസൽ ഫ്ലൂട്ട് ആണ് ഇത്. കണ്ടില്ലേ, നമ്മുടെ സാധാ ഫ്ലൂട്ട് പോലെയല്ല, നമ്മുടെ സാധാ ഫ്ലൂട്ട് പോലെയല്ല, ഉരുണ്ടിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള ക്ലേന്റെ സൗണ്ട് ഉണ്ടാക്കുന്ന ഫ്ലൂട്ടാണ്. ഒരു എന്താ പറയാ, ഉരുണ്ടിട്ടുള്ള സംഭവമാണ് ഇത്. ലൈക്ക് ബൊറിൻഡോ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഫോക്ക് മെലഡീസ് ഒക്കെ നമുക്ക് ഇതുവഴി വായിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓസ്ട്രേലിയ ബാൻ സോഷ്യൽ മീഡിയ ഫോർ കിഡ്സ് അണ്ടർ 16. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തത് ഏത് കൺട്രിയാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഏകദേശം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, മില്യൺസ് ഓഫ് സ്റ്റുഡൻസിന്, മില്യൺസ് ഓഫ് കുട്ടികൾക്കാണ് എന്ത് ചെയ്തത്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബാൻ ആയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്, സ്നാപ്ചാറ്റ്, കിക്ക്, ട്വിച്ച്, ടിക്ടോക്ക്, റെഡിറ്റ്, യൂട്യൂബ് തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും യങ് യൂസേഴ്സിനെ ഓസ്ട്രേലിയയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ റൂള് ബ്രേക്ക് ചെയ്യുന്ന പാരന്റ്സും കുട്ടികൾക്കും എന്താണ്, പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, യുവർ മണി യുവർ റൈറ്റ് മൂവ്മെന്റ്. ഇപ്പോൾ പൊതുവെ എക്സാമുകൾക്ക് കണ്ടുവരുന്ന ക്വസ്റ്റൻ ആണ്. ബാങ്കിങ്ങുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് SSC റെയിൽവേ എക്സാംസിന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നും IEPFA, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളമായി കാണുന്നുണ്ട്. സോ നോക്കുക, യുവർ മണി യുവർ റൈറ്റ് മൂവ്മെന്റ്. യുവർ മണി യുവർ റൈറ്റ് മൂവ്മെന്റ് ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് യുവർ മണി യുവർ റൈറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു അക്കൗണ്ടിൽ എത്രയെങ്കിലും എമൗണ്ട് ഓഫ് പൈസ 10 വർഷത്തേക്ക് ഒരു ട്രാൻസാക്ഷനും നടക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്തരം പൈസേനെയാണ് നമ്മൾ വിളിക്കുന്നത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ റിക്കവർ ചെയ്യുന്നതിനായിട്ട്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ, ഇൻഷുറൻസ്, നമുക്ക് ഡിവിഡൻറ്റുകൾ, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡിവിഡൻറ്റുകൾ, ബാക്കിയുള്ള അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇതൊക്കെ കുറേ കാലം ഇങ്ങനെ യാതൊരുവിധ ട്രാൻസാക്ഷനും നടക്കാതെ നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പൈസേനെയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള പൈസ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനായിട്ട് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് യുവർ മണി യുവർ റൈറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റ്ഫുൾ അസറ്റ്സ് നമ്മളത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ RBI ഓൾറെഡി അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി ഉദ്ഗം പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IRDI ഭീമ ഭരോസ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അൺക്ലെയിംഡ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. സെബി മിത്ര പോർട്ടൽ ഉണ്ട് അൺക്ലെയിംഡ് മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടിയിട്ട്. IEPFA അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻഡ്, മ്യൂച്വൽ ഫണ്ടിന്റെ ഡിവിഡൻഡ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ആണ് യുവർ മണി യുവർ റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, DRI bus 192 crore mephedrone factory in Maharashtra under Operation Hinterland Brew. Operation Hinterland എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റൂറൽ റീജിയനിലൊക്കെ രഹസ്യമായിട്ട് ഈ ഡ്രഗ് മാനുഫാക്ചറിങ്ങും ഡ്രഗ് ഡീലിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. സോ ഇത് കണ്ടുപിടിച്ച് ഇതിനെ നശിപ്പിക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹിന്റർലാൻഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഹിന്റർലാൻഡ് എവിടെ പോയി? ഓപ്പറേഷൻ ഹിന്റർലാൻഡ് ബ്രൂ എന്ന് പറയുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡ്രഗ് മാനുഫാക്ചറിങ് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും റൂറൽ ഏരിയയിലുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നാശമുക്ത് ഭാരത് അഭിയാന്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, MTNL എംപ്ലോയീസിന് MTNL നിന്നും നവംബർ 2025 റിട്ടയർഡ് ആവുന്ന എല്ലാ എംപ്ലോയീസിനെയും സമ്പൻ പോർട്ടലിലേക്ക് ഓൺബോർഡ് ചെയ്യുന്നുണ്ട്. സോ സമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഫോർ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പെൻഷൻ ആണ് സമ്പൻ എന്ന് പറയുന്നത്. ഇതൊരു കോംപ്രഹെൻസീവ് പെൻഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ കൺട്രോളർ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട് CGCA ആണ് ഈ ഇനീഷ്യേറ്റീവ് അണ്ടർടേക്കൺ ചെയ്യുന്നത് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്.
സോ ഇതൊരു ഓൺലൈൻ പെൻഷൻ പ്രോസസ്സിംഗ് ആൻഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അണ്ടറിലാണല്ലോ MTNL വരുന്നത്. സോ ഈ MTNLന്റെ അണ്ടറിലുള്ള MTNL നിന്നും നവംബർ 2025 പെൻഷൻ ആയിട്ടുള്ള എല്ലാവരെയും സമ്പത്ത് പോർട്ടലിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ അണ്ടറിലുള്ള ഓൺലൈൻ പെൻഷൻ പ്രോസസ്സിംഗ് പേയ്മെന്റ് സിസ്റ്റം ആണ്. സോ പ്രോസസ്സിംഗ്, സാങ്ഷനിങ്, ഓതറൈസേഷൻ എല്ലാം തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിൽ നടക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുവഴി ബാങ്ക് അക്കൗണ്ട്, പെൻഷനേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പെൻഷൻ എമൗണ്ട് പോകുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതുവഴി പ്രോസസ്സ് നടക്കുന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സർവാനന്ദ സോനോവാൾ ഫ്ലാഗ് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂവൽ വെസൽ ഇൻ വാരാണസി. സോ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേ സർവാനന്ദ സോനോവാൾ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ വെസൽ വാരാണസിയിൽ നമോ ഘട്ട് സെറിമണിയുടെ ഭാഗമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ചൈന, നോർവേ, നെതർലാൻഡ്സ്, ജപ്പാൻ ഇവരെല്ലാം തന്നെ ഓൾറെഡി ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള വെസൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ ഇന്ത്യയും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സുപ്രിയ സഹുവിന് UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് 2025 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സുപ്രിയ സഹു അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻവിറോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, ഫോറസ്റ്റ്. ഇവർക്കാണ് UN എൻവിറോൺമെന്റ് പ്രോഗ്രാം 2025 ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. അതായത് യുഎന്റെ തന്നെ ഹയസ്റ്റ് എൻവിറോൺമെന്റ് ഹോണർ ആണ് UN ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് എന്ന് പറയുന്നത്. ആനുവലി UNEP ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷൻസിനും എൻവിറോൺമെന്റൽ ലീഡർഷിപ്പ് കാണിക്കുന്ന ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസോൺ അവാർഡ് അറ്റ് റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ആലിയ ഭട്ടിനാണ് ആസ് എ ആക്ട്രസ് അവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് എ ആക്ട്രസ് ആസ് എൻ ആർട്ടിസ്റ്റ് അവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, 2025 ജൂനിയർ മെൻസ് ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. So Germany defeated first time finalist Spain and defended their crown at FIH Hockey Men's Junior World Cup at Tamil Nadu, Chennai. But 2025 ജൂനിയർ മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. വിന്നർ ആരാണ്? ജർമ്മനിയാണ് വിന്നർ. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? സ്പെയിനിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. തേർഡ് പൊസിഷൻ ആർക്കാണ്? തേർഡ് പൊസിഷൻ ഇന്ത്യക്കാണ്. അപ്പോ വെന്യൂ എവിടെയാ? തമിഴ്നാട് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, MNREGA മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ MG നരേഗ അല്ലെങ്കിൽ MGNREGA സ്കീം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ പേര് നമ്മൾ മാറ്റാനായിട്ട് പോവാണ്. റീസെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് റീസെന്റ് ആയിട്ട് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ ഡേയ്സ് 100 ദിവസത്തിൽ നിന്നും 125 മാറ്റുമെന്നും പറയപ്പെടുന്നു. സോ അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ജലശക്തി സുജലം ഭാരത് ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ ഗവർണൻസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് അപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സിൽ നിന്നും സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ജലശക്തി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റൂറൽ ജലജീവൻ മിഷന്റെ അണ്ടറിൽ റൂറൽ ഏരിയയിലൊക്കെ വാട്ടർ സപ്ലൈ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഒന്ന് മാനേജ് ചെയ്യുക, റൂറൽ വാട്ടർ സപ്ലൈ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ വാട്ടർ റിസോഴ്സ്, അസറ്റ് ഇൻവെന്ററീസ്, സ്കീം ഡിസൈൻസ്, ഓപ്പറേഷണൽ റെക്കോർഡ്, വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട്, സപ്ലൈ മെട്രിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ്.
അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഒരു ആപ്പില് വരുന്നതാണ്. സോ സുജലം ഭാരത് ആപ്പ്, സുജലം ഭാരത് ആപ്പ്. ഇന്ത്യ റാങ്ക്സ് 3rd ഗ്ലോബലി ഇൻ AI കോമ്പറ്റീറ്റീവ്നെസ്. അപ്പൊ ഇന്ത്യന്റെ റാങ്ക് AI കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇന്ത്യന്റെ റാങ്ക് വരുന്നത് ഗ്ലോബലി 3rd പൊസിഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഫസ്റ്റ് പൊസിഷൻ US-ഉം സെക്കൻഡ് വരുന്നത് ചൈനയുമാണ്. സോ ഇതിൽ പ്രധാനമായിട്ടും AI എക്കോസിസ്റ്റം എങ്ങനെയാണ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് US, സെക്കൻഡ് ചൈന, ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത് 3rd പൊസിഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, സ്കോർ 21.59 ആണ്. US-ന്റെ 78.6, ചൈനയുടെ 36.95. ഇപ്പൊ നമ്മുടെ റാംസർ സൈറ്റ്സ് ഗോഗ ബി ലേക്കിന് ശേഷം അടുത്ത റാംസർ സൈറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടോട്ടൽ റാംസർ സൈറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 96 ആണ്. അപ്പൊ 94-ൽ നിന്നും 96-ലേക്ക് എത്തി. 2 റാംസർ സൈറ്റുകളും കൂടിയും എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അപ്പോ സിലിസേർ ലേക്ക് ആൻഡ് കൊപ്ര ജലാശയ്, സിലിസേർ ലേക്ക് ആൻഡ് കൊപ്ര ജലാശയ് ആഡഡ് ടു ദി റാംസർ സൈറ്റ്. ഇപ്പൊ ടോട്ടൽ നമുക്ക് 96 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഛത്തീസ്ഗറിലും രാജസ്ഥാനിലുമാണ് പുതിയ അഡീഷൻസ് വന്നിട്ടുള്ളത്. കൊപ്ര ജലാശയ് ഛത്തീസ്ഗർ ആണ്. സിലിസേർ ലേക്ക് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഈ 2 റാംസർ സൈറ്റുകളും കൂടി ഇപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര റാംസർ സൈറ്റാ? 96 റാംസർ സൈറ്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ നേവി ടു കമ്മീഷൻ 2nd MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ഇൻ ഗോവ. സോ ഇന്ത്യൻ നേവി നമ്മുടെ 2nd MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്വാഡ്രൺ ഗോവയിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ISROയുടെ ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ് LVM-3 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട്. ബ്ലൂബേർഡ് 6 എന്ന് പറയുന്ന US ബിൽറ്റ് സാറ്റലൈറ്റ് ആണ്. ISROയുടെ ഹെവിയസ്റ്റ് പേലോഡ് എവർ ആണ് ഈ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. LVM-3 എന്ന് പറയുന്ന നമുക്ക് ബാഹുബലി റോക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ GSLV Mk3 റീനെയിം ചെയ്തിട്ടാണ് LVM-3 എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്ന ഹെവിയസ്റ്റ് പേലോഡ്, LVM-3ന്റെ ഹെവിയസ്റ്റ് പേലോഡ് എവർ ആണ് ഈ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബ്ലൂബേർഡ് 6-നെയാണ് LVM-3 ലോഞ്ച് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. AST സ്പേസ് മൊബൈൽ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. US ബേസ്ഡ് ആണ്. ഡയറക്റ്റ് ടു ഡിവൈസ് ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺസിന് ബ്രോഡ്ബാൻഡ് ആൻഡ് സെൽ ടവേഴ്സിന് ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈലാറ്ററൽ ട്രിപ്പ്. സോ Prime Minister of India embarked on 3-nation tour. ജോർദാൻ, എത്തിയോപ്യ, ഒമാൻ എന്നീ വിത്ത് ജോർദാൻ. അതായത് ജോർദാനിലാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്. ജോർദാൻ, എത്തിയോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ബൈലാറ്ററൽ റിലേഷന് വേണ്ടി വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ജോർദാൻ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വേൾഡ്സ് സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് ഇൻ 2025 റിലീസ്ഡ്. വേൾഡിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? UAE-ന്റെ പാസ്പോർട്ടാണ് സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് ഇൻ 2025 ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ UAE-ക്കാണ് ഫസ്റ്റ് പൊസിഷൻ വന്നിട്ടുള്ളത്. സോ ഹയസ്റ്റ് നമ്പർ ഓഫ് കൺട്രീസ് വിത്തൗട്ട് പ്രയർ വിസ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. സോ UAE ആണ് ടോപ്പ് വരുന്നത്. സെക്കൻഡ് വരുന്നത് സിംഗപ്പൂറും, പിന്നീട് വരുന്നത് സിംഗപ്പൂറും സ്പെയിനും സെക്കൻഡ് പൊസിഷനിലായിട്ടുണ്ട്. ഇന്ത്യന്റെ റാങ്ക് വരുന്നത് 67ാമത്തെ പൊസിഷനിലാണെന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, UAE, സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ, പിന്നീട് ബെൽജിയം, ഫ്രാൻസ്, അങ്ങനെ കുറെ കൺട്രീസ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി പൊസിഷൻ ചെയ്തിരിക്കുകയാണ് രാജ്കുമാർ ഗോയൽ ആണ്. നമ്മുടെ ഹിരാൽ സമാരിയയ്ക്ക് ശേഷം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ദ്രൗപദി മുർമു ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ആളാണ് രാജ്കുമാർ ഗോയൽ. നെക്സ്റ്റ്, ഒഡീഷ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഉന്നതി ഹൂഡ ആൻഡ് കിരൺ ജോർജിന്
സിംഗിൾസ് ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. മെൻ സിംഗിൾസിൽ കിരൺ ജോർജിനും വുമൺ സിംഗിൾസിൽ ഉന്നതി ഹൂഡയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഉന്നതി ഹൂഡയ്ക്കും വുമൺസ് ആൻഡ് മെൻസ് ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ വുമൺ സിംഗിൾസ് ഉന്നതി ഹൂഡ, മെൻ സിംഗിൾസ് കിരൺ ജോർജ്. ഡബിൾസിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, സ്ക്വാഷ് വേൾഡ് കപ്പിൽ നമ്മുടെ ആദ്യത്തെ ടൈറ്റിൽ നമ്മൾ നേടിയിരിക്കുകയാണ്, ഹോങ്കോങ്ങിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട്. ഹോസ്റ്റ് ഇന്ത്യയാണ്. നമ്മുടെ സ്ക്വാഷ് വേൾഡ് കപ്പിന്റെ ഹോസ്റ്റ് ഇന്ത്യയാണ്. 2023 നമുക്ക് ബ്രോൺസ് മെഡൽ ആയിരുന്നു, അത് അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ഗോൾഡ് മെഡൽ നമ്മൾ നേടിയിട്ടുണ്ട്. നമുക്ക് സ്ക്വാഷ് വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ ടൈറ്റിൽ ആണ്. അതുകൂടാതെ തന്നെ സ്ക്വാഷിൽ ഫസ്റ്റ് പൊസിഷൻ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ചെന്നൈയിലാണ് ഇന്ത്യ നടന്നിട്ടുണ്ടായിരുന്നത് സ്ക്വാഷ് വേൾഡ് കപ്പ്. അതായത് ഇന്ത്യയിൽ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മറക്കാതെ നമ്മുടെ CA ഫോക്കസ് ബാച്ചിന്റെ കാര്യം ഓർക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനും കറണ്ട് അഫയേഴ്സ് തറോ ആക്കാനും പറ്റിയിട്ടുള്ള ഒരു മികച്ച കോഴ്സ് ആയിരിക്കും ഇത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. സോ താങ്ക് യു ആൻഡ് ബൈ.